ഹലോ നമസ്കാരം, ഗുഡ് പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ബ്രെഡ് മസാല. അത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. ബ്രെഡ് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് മസാലയ്ക്കുള്ള ബ്രെഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു അല്പം ഓയിൽ പാനിൽ ഒഴിച്ച് കൊടുക്കാം. ചെറിയ ഓയിലിൽ നമ്മുടെ ബ്രെഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് അല്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. നമുക്കിനി മസാല തയ്യാറാക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ ടീസ്പൂൺ ഇഞ്ചി മതി. ഇഞ്ചി അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം ഒരു 10 കിസ്മിസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവോള ചോപ്പ് ചെയ്ത് ഇട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഒണിയൻ ഏകദേശം ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ഒരു ഹാഫ് വേവ് ആകുന്നത് വരെ നമുക്ക് പയ്യെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളൊരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ പൊടിച്ചത്, അല്പം ഉപ്പ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു അല്പം മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിനി സോസിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പാനിലേക്ക് മാറ്റാം. നമ്മളൊന്ന് പാകം ചെയ്ത ബ്രെഡ് മസാല എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. അടുത്ത വീഡിയോയിൽ പുതിയൊരു നാടൻ ഐറ്റവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.